നമസ്തേ. ഭഗവത്ഗീത സോപാനത്തിലേക്ക് എല്ലാ ധന്യാത്മാക്കൾക്കും സ്വാഗതം. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ശ്രീമദ് ഭഗവത്ഗീത അഥ ഷഷ്ഠോധ്യായഃ ധ്യാനയോഗം. ആറാമത്തെ അധ്യായം ധ്യാനയോഗം. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു. ശ്ലോകം 1. അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയാ. അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയാ. അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. ശ്ലോകത്തിൻ്റെ പദച്ഛേദം കേൾക്കാം. അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സഹ സന്യാസി ച യോഗി ച ന നിരഗ്നിഃ ന ച അക്രിയഃ. ശ്ലോകത്തിൻ്റെ അന്വയം. ശ്രീ ഭഗവാൻ ഉവാച. കർമ്മഫലം അനാശ്രിതഃ യഃ കാര്യം കർമ്മ കരോതി സഹ സന്യാസി ച യോഗി ച നിരഗ്നിഃ ന അക്രിയഃ ച ന. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു. കർമ്മഫലം കർമ്മത്തിൻ്റെ ഫലത്തെ അനാശ്രിതഃ ആശ്രയിക്കാത്തവനായിട്ട് കർമ്മഫലത്തിൽ താൽപ്പര്യമില്ലാതെ യഹ യാതൊരുത്തൻ കാര്യം ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണ് കാര്യം. കാര്യം കർമ്മ കർമ്മത്തെ കരോതി ചെയ്യുന്നുവോ സഹ അവൻ സന്യാസീച്ച സന്യാസിയും യോഗീച്ച യോഗിയും ആകുന്നു. നിരഗ്നിഃ ന അഗ്നിഹോത്രം തുടങ്ങിയ ചെയ്യാത്തവനല്ല. അക്രിയഃ ച ന കർമ്മം ചെയ്യാത്തവനുമല്ല സന്യാസി അല്ലെങ്കിൽ യോഗി. ശ്രീ ഭഗവാൻ പറഞ്ഞു. കർമ്മത്തിൻ്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗിയും. അല്ലാതെ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. ശ്രീ ഭഗവാൻ പറഞ്ഞു. കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർത്തവ്യമായി കണ്ട് കർമ്മം ചെയ്യുന്നയാൾ സന്യാസിയും യോഗിയും ആകുന്നു. അല്ലാതെ അഗ്നിഹോത്രാദി യജ്ഞങ്ങളെ ത്യജിച്ചതുകൊണ്ട് മാത്രം ആരും സന്യാസിയാകുന്നില്ല. കേവലം കർമ്മം ത്യജിച്ചു എന്നതുകൊണ്ട് മാത്രം സന്യാസിയോ യോഗിയോ ആകില്ല. സന്യാസം എന്നതുകൊണ്ട് കേവലം യജ്ഞയാഗാദികൾ ചെയ്യാതിരിക്കൽ എന്ന അർത്ഥം അല്ല. ഗൃഹസ്ഥന്മാരുടെ ധർമ്മമാണ് അത്തരം അനുഷ്ഠാനങ്ങൾ. കർമ്മഫലം അന് ആശ്രിതഃ എന്ന പ്രയോഗം ഇവിടെ വളരെ പ്രധാനമാണ്. കർമ്മം ചെയ്യുക എന്നാൽ ഫലത്തെ ആശ്രയിക്കുന്നതിൽ ആഗ്രഹിക്കാതിരിക്കുക. അതാണ് കർമ്മം അനാശ്രിതഃ എന്നതിൻ്റെ താൽപ്പര്യാർത്ഥം. ശ്ലോകം 2. യം സന്യാസമിതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ ന ഹ്യസന്യസ്ത
സങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ. ന ഹ്യസന്യസ്ത സങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ. ന ഹ്യസന്യസ്ത സങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. ശ്ലോകത്തിൻ്റെ പദച്ഛേദം. യം സന്യാസം ഇതി പ്രാഹുഃ യോഗം തം വിദ്ധി പാണ്ഡവ. ന ഹി അസന്യസ്ത സങ്കൽപ്പഃ യോഗി ഭവതി കശ്ചന. ശ്ലോകത്തിൻ്റെ അന്വയം. പാണ്ഡവ അല്ലയോ പാണ്ഡവ, യം യാതൊന്നിനെ സന്യാസം ഇതി പ്രാഹു സന്യാസം യം സന്യാസം ഇതി പ്രാഹുഃ തം യോഗം വിദ്ധി. ഹി അസന്യസ്ത സങ്കൽപ്പഃ കശ്ചന യോഗി ന ഭവതി. പാണ്ഡവ അല്ലയോ അർജുന, യം യാതൊന്നിനെ സന്യാസം ഇതി സന്യാസം എന്ന് പ്രാഹു പറയുന്നുവോ തം അതിനെ യോഗം പരമപുരുഷനുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് വിദ്ധി നീ അറിഞ്ഞാലും. ഹി എന്തെന്നാൽ അസന്യസ്ത സങ്കൽപ്പഃ ആത്മതൃപ്തിക്കുള്ള ആഗ്രഹം ത്യജിക്കാത്തവനായ കശ്ചന ഒരാളും യോഗിയായി ന ഭവതി ഭവിക്കുന്നില്ല, യോഗിയായി തീരുന്നില്ല. പരിത്യാഗം എന്ന് പറയുന്നത് യോഗം തന്നെയാണ് ആണെന്ന് നീ അറിയണം. യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. പാണ്ഡുപുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണയുപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാൻ ആവില്ല. അല്ലയോ പാണ്ഡുപുത്ര, സന്യാസം എന്ന് ഏതിനെയാണോ വിളിക്കുന്നത് അതുതന്നെയാണ് യോഗമെന്ന് അറിയുക. കാരണം സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാത്ത ആർക്കും യോഗിയാകാൻ ആവില്ല. സമസ്ത കർമ്മങ്ങളും ഗുരുവായ ഈശ്വരനിൽ സമർപ്പിക്കുകയും ആസക്തി പരിപൂർണമായി വെടിയുകയുമാണ് ഇവിടെ യോഗദർശനത്തിൽ പറയുന്ന ഈശ്വര പ്രണിധാനം എന്ന വാക്കിൻ്റെ അർത്ഥം. ശ്ലോകം 3. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. ശ്ലോകത്തിൻ്റെ പദച്ഛേദം. ശ്ലോകം 3-ന്റെ പദച്ഛേദം. ആരുരുക്ഷോഹോ മുനേഹേ യോഗം കർമ്മ കാരണം ഉച്യതേ യോഗാരൂഢസ്യ തസ്യ ഏവ ശമഃ കാരണം ഉച്യതേ. ശ്ലോകത്തിൻ്റെ അന്വയം. യോഗഃ ആരുരുക്ഷോഹോ മുനേഹേ കാരണം കർമ്മ ഉച്യതേ യോഗാരൂഢസ്യ തസ്യ ഏവ കാരണം ശമഃ. യോഗഃ അഷ്ടാംഗയോഗത്തെ ആരുരുക്ഷോ യോഗം ചെയ്യാൻ തുടങ്ങിയ
യോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുനേഹെ മുനിക്ക് കാരണം അല്ലെങ്കിൽ ഉപായം കർമ്മമെന്ന് ഉച്യതേ പറയപ്പെടുന്നു. യോഗ ആരൂഢസ്യ അഷ്ടാംഗയോഗത്തിൽ ആരൂഢനായ യോഗസ്ഥനായ തസ്യ ഏവ അവന് തന്നെ കാരണം അല്ലെങ്കിൽ ഉപായം ശമമാണ്. അഷ്ടാംഗയോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം. യോഗസിദ്ധിയാൽ ഉയർന്നവനാകട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം. മനനശീലനായ മുനിക്ക് യോഗവിദ്യയിൽ പ്രവേശിക്കണമെങ്കിൽ കർത്തവ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്നു. യോഗം കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നിലനിർത്താനുള്ള ശ്രമം തന്നെയാണ് സാധന. ശ്ലോകം 4. യദാ ഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. യദാ ഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. യദാ ഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. ശ്ലോകത്തിൻ്റെ 4-ാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം. യദാ ഹി ന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മസു അനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢ തദാ ഉച്യതേ. ശ്ലോകത്തിൻ്റെ അന്വയം. യദാ ഇന്ദ്രിയാർത്ഥേഷു കർമ്മസു ന അനുഷജ്ജതേ ഹി തദാ സർവസങ്കൽപ്പസന്യാസി സഹ യോഗാരൂഢ ഉച്യതേ. അന്വയാർത്ഥം. യഥാ യാതൊരിക്കൽ എപ്പോൾ ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയസുഖങ്ങളിൽ കർമ്മസു അങ്ങനെയുള്ള കാമ്യകർമ്മങ്ങളിൽ ന അനുഷജ്ജതേ ഹി തീർച്ചയായും വ്യാപരിക്കുന്നു തഥാ അപ്പോൾ സർവസങ്കൽപ്പസന്യാസി ഭൗതിക അഭിലാഷങ്ങളെല്ലാം ത്യജിച്ച സഹ അദ്ദേഹം യോഗാരൂഢനെന്ന് ഉച്യതേ പറയപ്പെടുന്നു. ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയോ ഫലം ഉദ്ദേശിച്ചോ യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢൻ എന്ന് പറയാം. എപ്പോഴാണോ സാധകൻ നിശ്ചയമായും ഇന്ദ്രിയങ്ങൾ മുഖേന ശബ്ദ സ്പർശ രസ ഗന്ധാദി വിഷയങ്ങളിൽ ബന്ധനത്തിൽപ്പെടാതെ ഇരിക്കുകയും എല്ലാ സങ്കല്പങ്ങളെയും ത്യജിക്കുകയും ചെയ്യുന്നത്, അപ്പോൾ ആ പുരുഷൻ യോഗവിദ്യയിൽ ആരൂഢനായി തീരുന്നു, അല്ലെങ്കിൽ സന്യാസിയായി തീരുന്നു. ശ്ലോകം 5. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത്
ആത്മൈവ ഹ്യാത്മനോ ബന്ധോ ആത്മൈവ രിപുരാത്മനാ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനാ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനാ. ശ്ലോകത്തിൻ്റെ പദച്ഛേദം. ഉദ്ധരേത് ആത്മനാ ആത്മാനം ന ആത്മാനം അവസാദയേത്. ആത്മാ ഏവ ഹി ആത്മനഃ ബന്ധുഃ ആത്മാ ഏവ രിപുഃ ആത്മനഃ. ശ്ലോകത്തിൻ്റെ അന്വയം. ആത്മനാ ആത്മാനം ഉദ്ധരേത്. ആത്മാനം ന അവസാദയേത്. ഹി ആത്മനഃ ബന്ധു ആത്മാ ഏവ. ആത്മനഃ രിപുഃ ആത്മാ ഏവ. ആത്മനാ തന്നെത്താൻ മനസ്സിലാക്കാൻ. ആത്മനാ ആത്മാനം സ്വയം മനസ്സിലാക്കാൻ. ആത്മാനം ബദ്ധനായ ആത്മാവിനെ ഉദ്ധരിക്കണം. ആത്മാനം ബദ്ധനായ ആത്മാവിനെ ന അവസാദയേത് അതിനെ അധപ്പതിപ്പിക്കരുത്. ഹി എന്തെന്നാൽ ആത്മനഃ ബദ്ധാത്മാവിൻ്റെ ബന്ധു ആത്മായേവ മനസ്സു തന്നെയാണ്. ആത്മനഃ ബദ്ധജീവാത്മാവിൻ്റെ രിപുഹു ശത്രുവും ആത്മായേവ ആത്മാവ് തന്നെയാണ്. മനുഷ്യൻ മനസ്സിൻ്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപ്പതിക്കരുത്. ബദ്ധനായ ആത്മാവിന് തൻ്റെ മനസ്സത്രേ ബന്ധു, അതുതന്നെയാണ് ശത്രുവും. മനുഷ്യൻ സ്വന്തം ആത്മാവിനാൽ തന്നെ ആത്മാവിനെ ഉദ്ധരിക്കണം. ആത്മാവിനെ പതനത്തിലേക്ക് തള്ളിവിടരുത്. കാരണം ആത്മാവ് തന്നെയാണ് ആത്മാവിൻ്റെ ബന്ധുവും ശത്രുവും. ഏതെല്ലാം അവസ്ഥയിലാണ് ആത്മാവ് സ്വശത്രുവും മിത്രവുമാകുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. ശ്ലോകം 6. ബന്ധുരാത്മാത്മനസ്തസ്യ യോനാത്മൈവാത്മനോജിതാ അനാത്മനസ്തോ ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ബന്ധുരാത്മാത്മനസ്തസ്യ യോനാത്മൈവാത്മനോജിതാ അനാത്മനസ്തോ ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ബന്ധുരാത്മാത്മനസ്തസ്യ യോനാത്മൈവാത്മനാജിതാ അനാത്മനസ്തോ ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. പദച്ഛേദം. ബന്ധുഃ ആത്മാ ആത്മനഃ തസ്യ യേന ആത്മാ ആത്മനാജിതഃ അനാത്മനഃ തോ ശത്രുത്വേ വർത്തേത ആത്മാ ഏവ ശത്രുവത്. ശ്ലോകത്തിൻ്റെ അന്വയം. യേന ആത്മന ആത്മാജിതഃ തസ്യ ആത്മനഃ ആത്മാ ബന്ധു ആത്മനഃ തോ ശത്രുത്വേ ആത്മാ ഏവ ശത്രുവത് വർത്തതേ. യേന യാതൊരുവനാൽ ആത്മനാ ജീവാത്മാവിനാൽ ആത്മാ മനസ്സ് ജിതഃ ജയിക്കപ്പെട്ടിരിക്കുന്നു. തസ്യ ആത്മനഃ ആ ആത്മാവിന് ആത്മാ മനസ്സ്
ബന്ധുവാകുന്നു. ആത്മനഹത്തു മനോജയം നേടാത്തവൻ്റെ ശത്രുത്വത്തിൽ ആത്മായേവ മനസ്സു തന്നെയാണ് ശത്രുവിനെ പോലെ വർത്തിക്കുന്നത്. മനസ്സിനെ ജയിച്ചവന് മനസ്സു തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അത് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവും ആയിരിക്കും. ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ നോക്കാം. ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ജയിച്ചവന് ആത്മാവ് ബന്ധുവും, അതിനെ ജയിക്കാൻ കഴിയാത്തവന് ആത്മാവ് ശത്രുവും ആയിത്തീരുന്നു. ഇവിടെ ആത്മാവ് എന്നതിന് ജീവാത്മാവ് എന്ന് അർത്ഥമെടുക്കാം. അവനവൻ്റെ വളർച്ചയ്ക്ക് അവനവൻ തന്നെ പരിശ്രമിക്കണം. ശ്ലോകം 7. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. പദച്ഛേദം. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാന അപമാനയോഃ. ശ്ലോകത്തിൻ്റെ അന്വയം. ജിതാത്മനഃ പ്രശാന്തസ്യ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാന അപമാനയോഃ പരമാത്മാഃ സമാഹിതഃ. ജിതാത്മനഃ മനസ്സിനെ നിയന്ത്രിച്ചവനായി പ്രശാന്തസ്യ മനോനിയന്ത്രണത്താൽ പ്രശാന്തനായിരിക്കുന്നവന് ശീതോഷ്ണസുഖദുഃഖേഷു ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയിൽ തഥാ അപ്രകാരം മാന അപമാനയോഃ മാനം, അപമാനം എന്നിവകളിലും പരമാത്മാഃ പരമാത്മാവ് സമാഹിതഃ അടുത്തുതന്നെ ഇരിക്കുന്നു. മനസ്സിനെ കീഴടക്കിയവർ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഒന്നുപോലെ തന്നെ. ശീതോഷ്ണം, സുഖദുഃഖം, മാനാപമാനം എന്നിവയിൽ നിന്നും ആരുടെ ചിത്തം പൂർണ്ണമായും ശാന്തമായിരിക്കുന്നുവോ അയാൾ ആത്മവിജയിയാണ്. അതായത് പ്രകൃതിയുടെ വികാരങ്ങൾക്കുമേൽ വിജയം നേടിയ ആ പുരുഷൻ യോഗാഭ്യാസത്തിനൊടുവിൽ പരമാത്മാവിൽ സ്ഥിരനാകുന്നു, അല്ലെങ്കിൽ സമാധിസ്ഥൻ ആകുന്നു. ശ്ലോകം 8. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചന. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ശ്ലോകത്തിൻ്റെ പദച്ഛേദം. ജ്ഞാനവിജ്ഞാനതൃപ്ത ആത്മാ കൂടസ്ഥഃ വിജിതേന്ദ്രിയഃ യുക്ത ഇതി ഉച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ശ്ലോകത്തിൻ്റെ അന്വയം.
ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥഃ വിജിതേന്ദ്രിയഃ സമലോഷ്ടാശ്മകാഞ്ചനഃ യോഗി യുക്തഃ ഇതി ഉച്യത്തെ. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ, നേടിയതും സാക്ഷാത്കരിച്ചതുമായ ജ്ഞാനത്താൽ സംതൃപ്തനായ കൂടസ്ഥഃ, നിഷ്ഠനും വിജിതേന്ദ്രിയഃ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനും സമലോഷ്ടാശ്മകാഞ്ചനഃ, മണ്ണും കല്ലും കാഞ്ചനവും തുല്യമെന്ന് കരുതുന്നവനുമായ യോഗി യുക്തഃ ഇതി, ആത്മസാക്ഷാത്കാരത്തിന് അർഹനാണെന്ന് ഉച്യത്തെ പറയപ്പെടുന്നു. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാരനിഷ്ഠനായ യോഗി എന്നു പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും എല്ലാം ഒന്നുപോലെ തന്നെ ആയിരിക്കും. ജ്ഞാനവിജ്ഞാനങ്ങളിൽ തൃപ്തി വന്നവനും എല്ലാവരെക്കാളും ഉന്നത സ്ഥാനത്ത് സ്ഥിരനായവനും സർവ ഇന്ദ്രിയങ്ങളെയും വിജയിച്ചവനും മൺകട്ട, കല്ല്, സ്വർണം എന്നിവയെല്ലാം ഒരേപോലെ കാണുന്നവനുമായ യോഗിയുടെ യോഗം സിദ്ധമായിരിക്കുന്നു എന്ന് പറയുന്നു. ശാസ്ത്രോക്തമായ ജ്ഞാനവും അതിൽ നിന്നുണ്ടാകുന്ന അനുഭവമാകുന്ന വിജ്ഞാനവും രണ്ടിനാലും തൃപ്തനായവനാണ് യോഗി. പരമ വൈരാഗ്യത്തിൻ്റെ ചിത്രമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.